ഏറ്റവും സ്നേഹമുള്ള 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഏവർക്കും വീണ്ടും ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വൃത്തങ്ങൾ എന്ന അധ്യായത്തിലെ ആശയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ആർ ഡിസ്കസിങ് ദി ഐഡിയാസ് കണക്റ്റഡ് വിത്ത് ദി സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ്. നൗ ഹിയർ ദേർ ഈസ് എ സർക്കിൾ. ഇവിടെ വൃത്തത്തിലെ ഈ ബോർഡിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൽ ഞാൻ രണ്ട് ബിന്ദുക്കൾ മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. വൃത്തത്തിൽ രണ്ട് ബിന്ദുക്കൾ ഞാനിവിടെ രണ്ട് ബിന്ദുക്കൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒന്ന് പി, മറ്റൊന്ന് ഇവിടെ ക്യൂ എന്ന രണ്ട് ബിന്ദുക്കൾ. The 2 points on the circle divides the circle into two different arcs. ഒരു വൃത്തത്തിന് രണ്ട് ബിന്ദുക്കൾ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിനെ രണ്ട് ഞാണുകളായി വിഭജിക്കുന്നു. എന്താ പറഞ്ഞത്? The 2 points on the circle divides the circle into two arcs. വൃത്തത്തിൽ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തെ രണ്ട് ചാപങ്ങളായി വിഭജിക്കുന്നു. ആ ചാപങ്ങൾ ഏതാ നമുക്ക് നോക്കാം. ചാപ് എന്ന് പറഞ്ഞാൽ ദി പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് നോൺ ആസ് എ കോഡ്. ചാപ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഒരു ഭാഗം. ഇപ്പോൾ ഇവിടെ പിയും ഇവിടെ ക്യൂ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു വൃത്ത ഭാഗത്തെയാണ് ഒരു ചാപം എന്ന് പറയുക. ഇതാണ് ഒരു ചാപം. മറ്റൊന്ന് ഇപ്പുറത്ത് ഇവിടെ നിന്ന് തുടങ്ങി പി തുടങ്ങിയത് ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്ന ഈ ഒരു ഭാഗം, ഇതാണ് രണ്ടാമത്തെ ചാപം. സോ ഫസ്റ്റ് arc is this PQ and second arc is this portion. ഈ ഭാഗമാണ് രണ്ടാമത്തെ ആർക്ക്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒന്ന് ചെറുതാണ്, ഒന്ന് വലുതാണ്. ഇനി ഈ ഒരു ചാപത്തെ ഈ ചാപത്തിന്റെ നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? മറുചാപം, അഥവാ മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ പൂരക ചാപം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ചാപത്തിന്റെ മറുചാപമാണ്, അഥവാ പൂരകചാപമാണ്. തിരിച്ചും പറയാം, ഈ ചാപം ഇതിന്റെ മറുചാപമാണ്, അഥവാ പൂരകചാപമാണ്. മറുചാപം എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് മറുചാപം എന്ന വാക്കിന് പറയാ. എന്താണ് പറയാ? ആൾട്ടർനേറ്റ് ആർക്ക്. മറ്റൊന്ന് പൂരകചാപം എന്ന് പറയും, കോംപ്ലിമെന്ററി ആർക്ക്. അപ്പൊ നമുക്ക് അത് തിരിച്ചറിയാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഇങ്ങനെ രണ്ട് ബിന്ദുക്കൾ മാത്രം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ വൃത്തത്തിന് രണ്ട് ചാപമായി വിഭജിക്കുന്നു. ഏതാണ് രണ്ട് ചാപം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വിരല് വെച്ച് തൊട്ടിങ്ങനെ കാണിച്ചോളൂ, ഇതൊന്ന്, ഇത് മറ്റൊന്നെന്ന് പറയാം. അപ്പൊ നമുക്ക് അതിനെ പ്രത്യേകിച്ച് പറയാൻ എളുപ്പത്തിൽ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഈ ഭാഗത്ത് വേറൊരു ബിന്ദു കൂടെ ഞാൻ അടയാളപ്പെടുത്താൻ പോവാണ്. ഇവിടെ ആർ എന്ന് അടയാളപ്പെടുത്തി. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എസ് എന്നും അടയാളപ്പെടുത്തി. ഇപ്പൊ നമുക്കറിയാം രണ്ട് ചാപങ്ങൾ, ഒന്ന് ആർക്ക് പി ആർ ക്യൂ, മറ്റൊന്ന് ആർക്ക് പി എസ് ക്യൂ. അപ്പൊ നമുക്ക് ചാപം ഏതൊക്കെയാണ്? പി ആർ ക്യൂ, പിന്നെ ചാപം പി എസ് ക്യൂ എന്ന് പറയാം. ഇങ്ങനെ രണ്ട് ചാപങ്ങളാണ് നമുക്കുള്ളത്. ഇനി ഇത് നമുക്ക് പറഞ്ഞൊരു ആശയം എന്താണ്? ഇവയിൽ ഒരു ചാപം മറ്റേ ചാപത്തിന്റെ മറുചാപമാണ്, അഥവാ പൂരകചാപമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വൺ ആർക്ക് ഈസ് ദി ആൾട്ടർനേറ്റ് ആർക്ക് ഓർ കോംപ്ലിമെന്ററി ആർക്ക് ഓഫ് ദി അതർ. ഇതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു പ്രധാന ആശയം. ഓക്കെ, അടുത്ത് പഠിക്കുന്ന ഒരു ആശയമാണ് സെൻട്രൽ ആംഗിൾ, അഥവാ കേന്ദ്രകോൺ എന്ന് പറയുന്ന ആശയം. ഇപ്പൊ നമ്മൾ വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ വൃത്തത്തെ രണ്ട് ചാപമാക്കി മുറിക്കാമെന്ന് പറഞ്ഞു, വിഭജിക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ വിഭജിച്ചിരിക്കുന്ന രണ്ട് ചാപങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന് ചാപം പി ആർ ക്യൂ, ആർക്ക് പി ആർ ക്യൂ. നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആർക്ക് പി ആർ ക്യൂവിന്റെ കേന്ദ്രകോൺ ഏതാണ്? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി ആർ ക്യൂ. എങ്ങനെയാണ് ആർക്ക് പി ആർ ക്യൂവിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുക? വളരെ സിമ്പിൾ ആണ്. ഈ ആർക്ക് പി ആർ ക്യൂവിന്റെ എൻ പോയിന്റ്സ് ഏതാണ്? നമുക്ക് നോക്കിയറിയാം, ഇതാ പിയും ക്യൂവുമാണ് എൻ പോയിന്റ്സ്. ഈ രണ്ട് എൻ പോയിന്റ്സും വൃത്തത്തിന്റെ കേന്ദ്രവുമായി യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് ഒരു ആംഗിൾ ലഭിക്കും. ആ ആംഗിള് നമ്മൾ അതിന്റെ എന്തെന്ന് പറയും? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി ആർ ക്യൂ എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതാണ്ട രണ്ട് എൻ പോയിന്റ്സ് ഉണ്ട്. ആർക്ക് പി ആർ ക്യൂവിനെ രണ്ട് എൻ പോയിന്റ്സ് പിയും ക്യൂവും അത് കേന്ദ്രവുമായി യോജിപ്പിച്ച് വരച്ചു. By joining the endpoints of the arc to the center of the circle, we will get an angle at the center of the circle. അപ്പോൾ നമുക്ക് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഒരു ആംഗിൾ കിട്ടും. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ പി ആർ ക്യൂ എന്ന് പറയുന്ന ആർക്കിന്റെ എന്തെന്ന് പറയും? സെൻട്രൽ ആംഗിൾ എന്ന് പറയും. അപ്പൊ ഞാൻ ഈ ആംഗിളിനെ എക്സ് ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കും. സോ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി ആർ ക്യൂ ഈസ് എക്സ് ഡിഗ്രി. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്.
ഇതാ ആർക്ക് പി ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എക്സ് ഡിഗ്രി എങ്കിൽ വാട്ട് അബൌട്ട് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി എസ് ക്യൂ? ചാപം പി എസ് ക്യൂവിന്റെ കേന്ദ്രകോണം എന്തായിരിക്കും? അത് ഏതായിരിക്കും നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ഇതാണെങ്കിൽ ഈ കിടക്കുന്ന ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് ഇതായിരിക്കും അല്ലെ. ഈ ആംഗിൾ ആയിരിക്കും, ഈ ആംഗിൾ ആയിരിക്കും. അപ്പൊ ഈ ആംഗിള് ഇത് എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാനായിട്ട് സാധിക്കും. ഇത് എത്രയായിരിക്കും? ദിസ് വിൽ ബി 360 മൈനസ് എക്സ് ഡിഗ്രി. എന്താ കാരണം? നമുക്കറിയാലോ, ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റിനുമായി മൊത്തം 360 ഡിഗ്രി കോണുണ്ട്. അപ്പൊ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 360 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ചെറിയ ചാപത്തിന്റെ എതിരെ കിടക്കുന്ന അല്ലെങ്കിൽ ചെറിയ ചാപത്തിന്റെ മറുചാപമായ ഈ വലിയ ചാപത്തിന്റെ കേന്ദ്രകോണ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെറിയ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ അളവ് 360 നിന്ന് കുറച്ചാൽ മതി. സോ ടു ഗെറ്റ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് എ ലാർജ് ആർക്ക് വി ഹാവ് ടു സബ്സ്ട്രാക്ട് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആൾട്ടർനേറ്റ് സ്മോൾ ആർക്ക് ഫ്രം 360 ഡിഗ്രി. ആ വലിയ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ അളവ് കിട്ടാനായിട്ട് ആ വലിയ ചാപത്തിന്റെ മറുചാപമായ ചെറിയ ചാപത്തിന്റെ കേന്ദ്രകോണ് 360 ഡിഗ്രിയിൽ നിന്ന് കുറച്ചാൽ മതി. ഒരു കാര്യം ഷുഗറാ, നമ്മൾ രണ്ട് ബിന്ദുക്കള് വൃത്തത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ വൃത്തത്തിനെ രണ്ട് ചാപമാക്കി വിഭജിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരു ചാപം ചെറുതും മറ്റൊന്ന് വലുതുമാണ്. അപ്പൊ ചെറിയ ചാപത്തിന്റെ മറുചാപം അഥവാ ആൾട്ടർനേറ്റ് ആർക്ക് ഓൾവേസ് എന്തായിരിക്കും? ലാർജ് ആർക്ക്. ഒരു ചെറിയ ചാപത്തിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് എപ്പോഴും എന്തായിരിക്കും? വലിയ ചാപമായിരിക്കും അല്ലേ. അപ്പൊ ദി ആൾട്ടർനേറ്റ് ആർക്ക് ഓഫ് എ സ്മോൾ ആർക്ക് ഈസ് ഓൾവേസ് എ ലാർജ് ആർക്ക് ആൻഡ് ഇൻ ദി റിവേഴ്സ് ഈസ് ഓൾസോ സിമിലർ. എങ്ങനെയാണ്? ദി ഓപ്പോസിറ്റ് ആർക്ക് ഓഫ് എ ലാർജ് ആർക്ക് ഈസ് എ സ്മോൾ ആർക്ക്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതും കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കും. ഓക്കെ, അടുത്തതായിട്ട് നാം പഠിക്കുന്ന ഒരാശയം ഒരു ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്നതാണ്. ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ദിസ് ഫിഗർ ഹിയർ എക്സ് ഡിഗ്രി ഈസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി ആർ ക്യൂ or angle made by the arc PRQ at the center of the circle. ഇതാണ് സെൻട്രൽ ആംഗിൾ എന്ന് നമ്മൾ അതിനെ പേര് പറയും. കേന്ദ്രകോൺ എന്ന് മലയാളത്തിൽ പറയും. ഒരു ചാപം ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന കോൺ. ഇത് എങ്ങനെയാ നമ്മൾ നിർമ്മിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഈ ചാപത്തിന്റെ എൻഡ് പോയിന്റ്സ് കേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ സെൻട്രൽ കിട്ടുന്ന ആംഗിൾ. ദിസ് ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് PRQ അറ്റ് ഇറ്റ്സ് സെന്റർ. അതായത് ചാപം PRQ വൃത്ത കേന്ദ്രത്തിൽ നിർമ്മിച്ച കോണാണ്. ഇതിനെയാണ് കേന്ദ്രകോൺ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു കോൺ എന്താണ്? ഈ ചാപം അതിന്റെ മറുചാപത്തിൽ അഥവാ മറ്റൊരു പേര് പറയും മറുചാപത്തിന്. എന്തെന്നാ മറുചാപത്തിന് മറ്റൊരു പേര് നമ്മൾ പറഞ്ഞത്? പൂരക ചാപം. പൂരക ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ഇറ്റ്സ് ആൾട്ടർനേറ്റ് ഓർ കോംപ്ലിമെന്ററി ആർക്ക് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ അതിന്. എൻഡ് പോയിന്റ്സ് ഓഫ് ദി ആർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ PSQ എന്ന് പറയുന്ന ഈ ആർക്കാണ് ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക്. അതിൽ എവിടെയെങ്കിലും ഒരു ബിന്ദു, ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ബിന്ദു മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബിന്ദുവിലേക്ക് ഈ എൻഡ് പോയിന്റ്സിനെ യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആംഗിള് നമുക്ക് എവിടെ കിട്ടും? അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കില് നമുക്ക് ലഭിക്കും. ഈ ഒരു ആംഗിളാണ് അതിന്റെ കണ്ടാ. ഇപ്പൊ നമുക്ക് ഇവിടെ ലഭിച്ചൊരു ആംഗിൾ ഉണ്ട്. ആംഗിൾ ഏതാണ്? അതിന്റെ പേര് PSQ. ആംഗിൾ PSQ ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് PRQ ഓൺ ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക്. ചാപം PRQ അതിന്റെ മറുചാപമായ അല്ലെങ്കിൽ പൂരക ചാപമായ PSQവിൽ നിർമ്മിച്ച കോണാണ് ഏത്? കോൺ PSQ. ഇതിന് നമ്മൾ y ഡിഗ്രി എന്ന് കൊടുത്താൽ you can see there is a relation between these two angles. നമുക്ക് കാണാൻ സാധിക്കുക ഈ രണ്ട് കോണുകളും തമ്മിൽ ഒരു ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് രണ്ട് കോണുകൾ തമ്മിൽ? ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോണും ഒരു ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കിയ കോണും തമ്മിൽ ഒരു ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. We can see a relation between the angle made by an arc
at its center and angle made by the arc on its alternate arc. And what is that relation? ആ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് y എന്ന് പറയുന്നത് അതിന് പകുതിയായിരിക്കും. y ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2 ഓർ നമുക്ക് എന്ത് പറയാം x ഈക്വൽ ടു 2y. അതായത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും ഏത് ആംഗിള് ആംഗിൾ ഓൺ ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക്. ഈ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോണിന്റെ അളവ്, അല്ലെങ്കിൽ തിരിച്ചു പറയാം മറുചാപത്തിലെ കോണിന്റെ അളവിന്റെ ഇരട്ടിയായിരിക്കും ഏത് കേന്ദ്ര കോണിന്റെ അളവ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ രണ്ട് കോണുകൾ തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് ആ ബന്ധം ഒന്ന് ആശയം ഇങ്ങനെ പറയാം. വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് ആ ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ്. ഇൻ ഇംഗ്ലീഷ്, ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദി ആംഗിൾ മെയ്ഡ് അറ്റ് ദി സെന്റർ. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ എന്തായിരിക്കും പകുതിയായിരിക്കും എന്ന ഒരു ആശയമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഏതാനും ചില കണക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കുട്ടികളുടെ ചെറിയ കണക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിത്രം തന്നിട്ടുണ്ട്. ഇൻ ദി ഫിഗർ ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു 110 ഡിഗ്രി, ഫൈൻഡ് ആംഗിൾ പി എസ് ക്യു. ചിത്രത്തിലെ കോൺ പി ഒ ക്യു 110 ഡിഗ്രി ആണ് എങ്കിൽ കോൺ പി എസ് ക്യുവിന്റെ അളവ് എത്ര? ആദ്യം തന്നെ ഈ രണ്ട് കോണുകൾ പ്രത്യേകം നമുക്ക് നോക്കാം. ഒന്ന്, ആംഗിൾ പി ഒ ക്യു ഇസ് ദി സെൻട്രൽ ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് പി ആർ ക്യു അറ്റ് ഇറ്റ്സ് സെന്റർ. അല്ലെ, ആംഗിൾ പി ഒ ക്യു എന്ന് പറയുന്നത് ചാപം പി ആർ ക്യു കേന്ദ്രത്തിലുണ്ടാക്കിയ കോണാണ്. ഇനി മറ്റേ കോൺ ഏതാന്ന് നോക്കിയേ, ആംഗിൾ പി എസ് ക്യു. ആംഗിൾ പി എസ് ക്യു ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് പി ആർ ക്യു ഓൺ ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക്. ചാപം പി ആർ ക്യു അതിന്റെ മറുചാപത്തിലുണ്ടാക്കിയ കോണാണ് കോൺ പി എസ് ക്യു. ആൻഡ് വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു ആംഗിൾസ്? വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് the measure of the angle made by an arc on its alternate arc is half the central angle. അല്ലേ, ഇത് അതിന്റെ പകുതിയായിരിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉടനെ തന്നെ എഴുതാൻ നിന്ന് ആംഗിൾ പി എസ് ക്യു കോൺ പി എസ് ക്യു സമം അര ഇൻറ്റു ആംഗിൾ പി ഒ ക്യു. ഈ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 110 ഡിഗ്രി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. അപ്പൊ ഇതിന്റെ അളവ് എത്രയാണ്? 55 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ വീണ്ടും ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ വീണ്ടും ഒരു ചിത്രം കൂടെ ഇതിൽ വരയ്ക്കാം, ഒരു ആംഗിൾ വരയ്ക്കാം കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് കണ്ടോളൂ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചു. ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ എൻ്റെ ചോദ്യം ഇവിടെ ടി എന്ന് കൊടുത്താൽ വാട്ട് അബൌട്ട് ദി ആംഗിൾ പി ടി ക്യൂ എത്രയായിരിക്കും? വെരി ഗുഡ്, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താ ആംഗിൾ പി ടിക്ക് എത്ര തന്നെ? സെയിം. എത്രയാ? 55 ഡിഗ്രി. കാരണം ആംഗിൾ പി എസ് ക്യൂ ആൻഡ് ആംഗിൾ പി ടി ക്യൂ ആർ ദി ആംഗിൾ ഓൺ ദി സെയിം ആർക്ക്. അല്ലേ, ഒരേ ആർക്കുമുള്ള കോണുകളാണ്. ഓർ ബോത്ത് ഓഫ് ദീസ് ആംഗിൾസ് ആർ ദി ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് പി ആർ ക്യു ഓൺ ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക്. നമ്മൾ മുമ്പ് കണ്ടിരുന്നു ഒരു വൃത്തത്തിന്റെ അല്ലേ, നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഞാണിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ഒരു ഞാണ് വരച്ചാൽ രണ്ട് വൃത്തഭാഗമായിട്ട് വിഭജിക്കപ്പെടും. ഓരോ വൃത്തഭാഗത്തിലെ കോണുകൾ തുല്യമായിരിക്കും. ഇത് രണ്ടും ഒരേ വൃത്തഭാഗത്തിലെ കോണുകളാണ് അല്ലെ. ആ രീതിയിൽ നമുക്ക് പറയാം ദീസ് ടു ആംഗിൾസ് ആർ ദി ആംഗിൾസ് ഓൺ ദി സെയിം ആർക്ക്. ഒരേ ആർക്കുമിലുള്ള കോണുകളാണ്. അപ്പൊ രണ്ടും തുല്യമായിരിക്കും എന്ന് കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ കുട്ടികളെ മറ്റൊരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ബോർഡിൽ മാഷ് രണ്ട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഈ ചിത്രം ഞാൻ വരച്ചിരിക്കുന്നത് ഇതിന്റെ ആൻസറിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ, നിങ്ങൾ ചിന്തിപ്പിക്കാൻ വേണ്ടി ഒരു ചിത്രം വരച്ച് വെച്ചത് അവിടെ ഇരിക്കട്ടെ. ആദ്യം എനിക്ക് നോക്കണ്ട, ഇവിടെ നോക്കാം. ഈ ചിത്രത്തിൽ ആംഗിൾ എ പി ബി 30 ഡിഗ്രി, ആംഗിൾ എ സി ബി, ആംഗിൾ എ ഡി ബി, ഏത് എ സി ബി, എ സി ബി ഈ ആംഗിള്, പിന്നെ ആംഗിൾ എ ഡി ബി, എ ഡി ബി ഈ ആംഗിളും എത്രയാണെന്ന് കാണുക. ചാപം എ ക്യൂ ബിയുടെ കേന്ദ്രകോണം എത്ര? ചാപം എ ക്യൂ ബി എന്ന് പറഞ്ഞത് എ ക്യൂ ബി, ഈ വലിയ ചാപത്തിന്റെ അല്ലെ, ഈ ലാർജ് ആർക്ക് ഉണ്ട്, അതിന്റെ കേന്ദ്രകോണം എന്ന് വെച്ചാൽ ഈ കോണും കണ്ടുപിടിക്കുന്നത്. എന്താണ് ചോദ്യം നോക്കാം. ഇൻ ദി ഫിഗർ ആംഗിൾ എ പി ബി 30 ഡിഗ്രി ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മെഷേഴ്സ് ഓഫ്
these two angles, measure of angle ACB and measure of angle ADB, and also at the same time you have to find out the central angle of arc AQB. ഈ ആർക്കിന്റെ കേന്ദ്രകോണം കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ് അല്ലേ? ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് പേടി തോന്നും. വളരെ ലളിതമായ ചോദ്യമാണ്. നമുക്ക് നോക്കാം. വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ ആൻഡ് ദീസ് ടു ആംഗിൾസ്? ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലേ? ഈ രണ്ട് ആംഗിൾ തമ്മിൽ ബന്ധമുണ്ട്. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ? ആംഗിൾ ACB ആൻഡ് ആംഗിൾ APB. ഈ ആംഗിൾ എന്താന്ന് പറയാം നമുക്ക്? ഇറ്റ് ഈസ് എ സെൻട്രൽ ആംഗിൾ മെയ്ഡ് ബൈ വിച്ച് ആർക്ക്? മെയ്ഡ് ബൈ ആർക്ക് ADB. സോ angle ACB is the central angle of arc ADB. ആർക്ക് ADB യുടെ ചാപം ADB യുടെ കേന്ദ്രകോണാണ് ഇത്. ഇനി ഈ ആംഗിളോ? ഈ ആംഗിള് എന്താണ്? ഈ ചാപം ADB അതിനെ മറുചാപത്തിലുണ്ടാക്കിയ കോണാണ്. At the same time, this angle APB is the angle made by this arc ADB on its alternate arc. And you have already studied that there is a relation between these two angles. ഈ രണ്ട് ആംഗിളും ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താണ്? മറുചാപത്തിൽ ഉണ്ടാകുന്ന കോണിന്റെ അളവ് കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അല്ലെങ്കിൽ തിരിച്ച് സെൻട്രൽ ആംഗിളിന്റെ അളവ് ഈ മറുചാപത്തിലെ കോണിന്റെ അളവിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ACB is equal to 2 into അതിന്റെ ഇരട്ടിയായിരിക്കും ഏതാ? ആംഗിൾ APB. That is equal to 2 into 30. That is equal to 60 degree. അപ്പോൾ കേന്ദ്രകോണിന്റെ അളവ് ആ ചാപം മറുചാപത്തിലുണ്ടാക്കിയ കോണിന്റെ അളവിന്റെ ഇരട്ടിയാണ്. അപ്പൊ നമുക്ക് ഇത് 60 ഡിഗ്രി കിട്ടി. ഇനിയൊരു ചോദ്യം എന്താണ്? ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര എന്നാണ് ചോദ്യം. ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വേറെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? എന്താണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം? നമ്മളത് ഒരു വൃത്തത്തിനെ ഒരു കോഡ് വരച്ചിട്ട് അതിന് രണ്ട് വൃത്തഭാഗമാക്കി കഴിഞ്ഞാൽ എന്താണ്? ഈ ഒന്നാമത്തെ വൃത്തഭാഗത്തിലെയും രണ്ടാമത്തെ വൃത്തഭാഗത്തിലെയും ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? ബോത്ത് ഓഫ് ദിസ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഈ രണ്ട് കോണുകൾ അനുപൂരകങ്ങളായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്താണിത്? ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഇത് രണ്ടും സപ്ലിമെന്ററി ആംഗിൾസ് ആണ് അല്ലെ? ഇത് രണ്ടും സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 150 ഡിഗ്രി ആണ് എന്ന് അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇത് ഒരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് നമുക്ക് ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ വാട്ട് അബൌട്ട് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് ആർക്ക്? ഇത് എത്രയായിരിക്കും? ഇത് 300 ഡിഗ്രി ആയിരിക്കും. അത് ചോദിച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടാ ചാപം AQBയുടെ കേന്ദ്രകോണം എത്ര? ചാപം AQBയുടെ കേന്ദ്രകോണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ചാപം AQBയുടെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. വലിയ ചാപത്തിന്റെ കേന്ദ്രകോൺ ചോദിക്കുമ്പോൾ അതിനെതിരെ കിടക്കുന്ന ചെറിയ ചാപത്തിന്റെ കോണിന്റെ അളവ്, കേന്ദ്രകോണിന്റെ അളവ് 360 എന്ന് കുറച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കുക അല്ലെ? അപ്പൊ 360 മൈനസ് 60 സമം എത്രയാ? 300 ഡിഗ്രി എന്ന് നമുക്കിത് കിട്ടും. ഇത് 300 ഡിഗ്രി ആണെങ്കിൽ ഈ ആർക്ക് മറുചാപത്തിലുണ്ടാക്കിയ കോണാണ് ഇത്, ഈ കോണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? നമുക്കറിയാലോ, ഇത് 300. അപ്പൊ ഇത് അതിന്റെ പകുതി എത്രയായിരിക്കും? 150 ഡിഗ്രി. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ADB is equal to half into സെൻട്രൽ ആംഗിൾ ഓഫ് ഞാൻ പേര് എഴുതുന്നില്ല അവിടെ. എന്താ എഴുതുന്നത്? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AQB. that is equal to half into 300. that is equal to 150 ഡിഗ്രി. അങ്ങനെ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാന ആശയങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. എല്ലാവരും ഈ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ചെയ്തു നോക്കുക. ഇതുപോലത്തെ എക്സാമ്പിൾസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണ്ടെത്തി അത് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ.